ഓർത്ത് ബോയ്സും ഗേൾസും കാണുന്ന വിചാരിക്കുന്ന ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ 2 ഫുഡ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും എംപയർ ബിൽഡ് ചെയ്യുന്ന സ്ഥിതിക്ക് ഞാൻ ഈ ഫുഡ് ചാലഞ്ച് ക്ഷാമം വരുത്തില്ല. ഇന്ന് 2 റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിവേഴ്സ് എടുക്കാൻ പോലും പറ്റില്ല. ഇന്ന് 2 റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ അബാൻഡൻ തമിഴ്നാടും കൂടെ ചെയ്തിട്ട് ഇവിടുന്ന് ഇനി മുംബൈയിലോട്ട് പോകുന്നില്ല. എന്തായാലും ഈ ആഴ്ച ലാസ്റ്റ് പോകും. ഒരു പ്രൊമോഷൻ ചെയ്യാൻ വേണ്ട ഇടക്ക് വെച്ച്. അതും എനിക്ക് തോന്നുന്നു ഈ ദിവസങ്ങളുടെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് നടന്ന് പൊക്കോളും. അപ്പം മോനെ അബാൻഡൻ തമിഴ്നാടും ഒക്കെ ചെയ്യുമ്പോൾ സീനായിരിക്കും. അപ്പോൾ അബാൻഡൻ തമിഴ്നാടുകത്ത് എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് വേണം. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പറ്റിയ കുറച്ച് ടാസ്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അബാൻഡൻ കേരളക്കകത്ത് കുറേ ടാസ്ക് എഴുതി. അപ്പോൾ തമിഴ്നാട് പറ്റിയ ടാസ്ക്, തമിഴ്നാട് റിലേറ്റഡ് ആയ കുറച്ച് ടാസ്ക് എന്ന് വെച്ചാൽ അവിടെ തന്നെ കണ്ടുവരുന്ന സാധനങ്ങളാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും കാണാൻ പറ്റിയ സാധനങ്ങൾ പോയി കാണുക എന്ന് വെച്ചാൽ അത് ലൊക്കേഷൻ കണക്ക് ഇരിക്കും. ഞാൻ റാൻഡം ലൊക്കേഷനിലായിരിക്കും അങ്ങോട്ട് ഇടുന്നത്. എന്നാലും പൊതുവേ അവിടെ കുറച്ച് ഗ്രാമീണ ഏരിയക്കകത്ത് കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പോയി തപ്പണം, അല്ലെങ്കിൽ എന്തെങ്കിലും പോയി ചെയ്യണം, നിങ്ങൾ പറ. അപ്പം ഞാൻ നോക്കട്ടെ. ടാസ്ക് അത് പറ്റിയതാണെങ്കിൽ നമുക്കത് ഇടാൻ നോക്കാം. ലൊക്കേഷൻ റാൻഡം ആയിരിക്കും. പക്ഷേ ഇപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ക്യാമറ മേടിക്കാൻ പോവുകയാണ്. നമ്മൾ ഫ്രൂട്ട് ബിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന് അത് ചോദിച്ചിട്ട് വരട്ടെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ക്യാമറ വാടക എടുത്തുകൊണ്ട് വരും. പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വെറുതെ വേസ്റ്റ്. എനിക്കറിയാം നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്. ക്യാമറ ഒരെണ്ണം മേടിക്കൂ ബ്രോ, ക്യാമറ ഒരെണ്ണം മേടിക്കൂ ബ്രോ. ക്യാമറയ്ക്ക് 5,30,000 രൂപ ബ്രോ. ഞാൻ മേടിക്കാം. കുറച്ചൊരു സമയം എന്താ, ഞാൻ എംപയർ കെട്ടിപ്പൊക്കുകയല്ലേ. അവൻ നോക്കി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി സാധനം എടുത്തോണ്ട് വരാം. പാട്ട് ഓഫ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞു. സ്റ്റാർബക്സ് വരെ ഓഫ് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക്. എന്നാലും തന്നെയാണ് ഏറ്റവും കൂടുതൽ ലാഭം ഞാൻ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പാട്ട് ഓഫ് ചെയ്താൽ അത്ര നല്ലത്. എന്തായാലും ആ മാനേജർ ഓക്കെ എന്ന് പറഞ്ഞു, കുറച്ച് നേരം അല്ലെന്നും പറഞ്ഞു. കഴിഞ്ഞ മാസം ഞാൻ ഇട്ടത് 7 വീഡിയോ ആയിരുന്നു. എന്തായാലും എനിക്ക് ഈ മാസത്തെ പ്ലാൻ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 15 വീഡിയോസ്. അപ്പോൾ നമുക്ക് ക്യാമറ കിട്ടി. ഈ ക്യാമറ തന്നെയാണ് എനിക്ക് മേടിക്കേണ്ടത്. ഇത് FX3 1635 ലെൻസും, അത് G Master ലെൻസാണ്. ഞങ്ങൾക്ക് അറിയാമായിരിക്കും കുറച്ച് പേർക്ക്. ഞാൻ ഫുൾ വ്ളോഗ് വരെ ഇത് ഷൂട്ട് ചെയ്തേനെ മോനെ. എന്ത് ചെയ്യാനാ, എനിക്ക് ചുമ്മാ. നമുക്ക് ഇറങ്ങാം. അവനവിടെ വെയിറ്റ് ചെയ്യുമായിരിക്കും. ഒരു ബോഡി ബിൽഡറാണ് ഇപ്രാവശ്യത്തെ ചാലഞ്ചിന് വരുന്നത്. പോയതപ്പം കഷി ഇതാണ്. കഷി ഒരു ബോഡി ബിൽഡറാണ്. ഇത് എത്ര നാൾ ഡയറ്റ് ചെയ്യുമായിരുന്നു? ഓൾമോസ്റ്റ് ഒരു 1.5 വർഷം ഡയറ്റ് ചെയ്തിട്ട് ഡയറ്റ് ഈ ഇടക്കാണ് പൊട്ടിച്ചുള്ളൂ. ഒരാഴ്ചയാണ്. ഞാനൊരു 28 കിലോ കുറച്ച്. 28 കിലോ കുറച്ച്. ഏതാണ്ട് ഒരാഴ്ചക്ക് 7-8 കിലോ കൂടിയല്ലേ. ബാക്കിയുള്ളത് എന്തായാലും ഇന്ന് വെച്ച് കൂട്ടാം. ഞാൻ ഓരോ ഓപ്ഷൻ കൊടുത്തേന്ന്. ചിക്കൻ വേണം അല്ലെങ്കിൽ മധുരം വേണമെന്ന്. മധുരം കഴിച്ചാൽ മതിയായിരുന്നു. ചിക്കൻ മടുത്ത ഓൾറെഡി കഴിച്ചു. 1.5 വർഷമായിട്ട് എല്ലാ ദിവസവും ചിക്കൻ കഴിക്കും. 1.5 വർഷം എല്ലാ ദിവസം കഴിച്ചാൽ എന്തായാലും ചിക്കൻ വേണ്ട. വന്നത് നേരത്തെ ഒരു നാഷണൽ അത്ലീറ്റ് വന്നായിരുന്നു. പവർ ലിഫ്റ്റർ 1-2 വന്നിട്ടുണ്ട്. ഇവിടുത്തെ ബോഡി ബിൽഡറും ഇതിനും വന്നിട്ടുണ്ടാ ഓർമ്മയില്ല എനിക്ക്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ സത്യം പറഞ്ഞാൽ ഫുഡ് ചാലഞ്ച് വരേണ്ടതല്ല. എന്നാലും നമുക്കൊക്കെ എത്ര കഴിക്കുന്നത്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ കാണാം കേട്ടോ. എന്തായാലും ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഫുഡ് ചാലഞ്ച് കഴിഞ്ഞു. ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് ഡ്രിങ്ക് വല്ലതും കുടിക്കാൻ മേടിക്കുന്നു. അവൻ ഒരു പാസ്ത മേടിക്കുന്നു. പാസ്തയും ഡ്രിങ്ക് ഞാൻ വേറെ കഴിച്ചേനെ. പക്ഷേ ഞാനിപ്പോഴും മേജർലി ഞാൻ ഡയറ്റിൽ തന്നെ പോവുകയാണ്. വല്ലപ്പോഴും എനിക്ക് നിവർത്തിയില്ല, ഞാൻ മുംബൈയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ നോർമലി ആ ഫുഡ് കഴിക്കും. അല്ലെങ്കിൽ പരമാവധി നാട്ടിൽ നിൽക്കുമ്പോൾ ഡയറ്റിൽ തന്നെ നിൽക്കും എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ജസ്റ്റ് വെള്ളം മാത്രമേ മേടിക്കുന്നുള്ളൂ. ഒരു വാട്ടർ മെലനും ലെമനും മിൻറ്റും മിക്സ് ആയത്. നമ്മൾ സെക്കൻഡ് കണ്ടസ്റ്റൻറ്റിന് ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയാണ്. എൻ്റെ ഡ്രിങ്ക് വന്നിരിക്കുകയാണ്. കുറച്ച് സെപ്പറേഷൻ ആയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് വർക്ക് ഉള്ളതുകൊണ്ട് അവിടെ വെച്ചിരിക്കുമായിരുന്നു മുമ്പിൽ. എൻ്റെ പാസ്ത കാണിച്ചു കൊടുക്കുക. കൊള്ളാമെന്ന് പറയുന്നു. തംസ് അപ്പ് കാണിയടാ. ഈ കുക്കുംബർ ജ്യൂസിൻ്റെ കുറച്ച് പരിചയത്തിലുള്ള ഒരാളാണെന്ന് തോന്നുന്നു. എന്നാലും പൈനാപ്പിളിൻ്റെ ഒരു ചെറിയൊരു ഹിൻറ്റും, ഒരു മിൻറ്റിൻ്റെ ഹിൻറ്റും, പിന്നെ ഒരു ലെമണിൻ്റെ ഹിൻറ്റ്, എല്ലാം കൂടി ഹിൻറ്റ് മാത്രമേ ഉള്ളൂ. ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞറിയാം. ഷുഗർ ഇട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചങ്ങനാശ്ശേരി പോകണം. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട്. ഞാൻ 30 കിലോമീറ്റർ. ഇപ്പോൾ 2ാമത് സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ അവർക്ക് ഒന്ന് പോയി ചോദിക്കട്ടെ എൻ്റെ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റുമില്ലെന്ന്. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ ക്യാമറ വെച്ച്? കണ്ണിന്നൊക്കെ വെള്ളം വരുന്നില്ല. നീ വണ്ടി മേടിച്ചു പറപ്പിച്ചു വരുവാണ്. കൊള്ളാം. കേട്ടോ എനിക്ക് ഓൾറെഡി അറിയാം. ഞാൻ ഇതിനു മുമ്പ് 1290 സൂപ്പർ ഡ്യൂക്കിൻ്റെ കാര്യം പറഞ്ഞായിരുന്നെന്ന്. അതല്ല വണ്ടികളുടെ കാര്യം ഞാൻ പറഞ്ഞു. ടു ബി ഓണസ്റ്റ് ഞാൻ മേടിക്കും. പക്ഷേ എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു സ്ഥലം മേടിക്കണം. അമ്മ എന്നാലേ എൻ്റെ കഴുത്തിൽ നിന്ന് മാറത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്ഥലം മേടിച്ചാലേ ഈ വണ്ടികൾ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്ഥലം പെട്ടെന്ന് മേടിച്ച് തീർക്കാം. ഈ സ്ഥലം കുറച്ചേറെ പൈസ ആവുന്നുണ്ട്. എന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഞാൻ യൂട്യൂബറാണ്. എന്തായാലും തിരക്കില്ലാത്ത വ്യൂസൊക്കെ എനിക്ക് കിട്ടാറുമുണ്ട്. ചിലവ് കുറേ ഉണ്ട്. എന്നാലും ഞാനിങ്ങനെ ഒരു മാസത്തിൽ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം 7 വീഡിയോ ഇട്ട്, സാധാരണ മാസത്തിൽ 2 വീഡിയോ ഇടുന്നത്. ഇനി ഞാൻ മാസത്തിൽ 15 വീഡിയോ ആണ് ഈ മാസം ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വെച്ചിട്ട് കയറ്റമാണ് കയറാൻ പോവുകയാണ്.
പെട്ടെന്ന് ആ സ്ഥലം ബുക്ക് ചെയ്യണം, അതിന് വേണ്ടിയാണ്. സ്ഥലം ഒരു 1 കോടി 1.25 കോടി വരും. ലോൺ എടുക്കേണ്ടി വരും, എന്നാൽ ലോൺ അടയ്ക്കണ്ടേ. അപ്പോൾ എന്തായാലും സ്ഥലം നമുക്ക് മേടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇനി മുതൽ ചാറകണക്ക് വീഡിയോ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് 1290 സൂപ്പർ ഡ്യൂക്കും പിന്നെ കുറച്ച് കാറുകളൊക്കെ. അതിന് വേണ്ടിയൊക്കെ ഞാനിത് ത്യാഗം ചെയ്യേണ്ടി വരും സ്ഥലം മേടിച്ച്. അതെ നമ്മൾ മേടിക്കും. യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ പേ സ്കെയിലിൽ ഒരു നിശ്ചിത തുകയില്ല. എനിക്ക് കൂട്ടാം, കുറേയേറെ നല്ലതായിട്ട് വീഡിയോ ഇട്ട് കഴിവുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ പൈസ ഉണ്ടാക്കാം. ഒബ്വിയസ്ലി അത് എനിക്ക് കഴിവ് കൂടുതലേ ഉള്ളൂ. ചിലവർ എന്നെ കഴിവ് എന്തൊക്കെ വിളിക്കും, അതല്ല. ഉള്ളി 4 കിലോ 100 രൂപ. ആ പുറകെ ചേട്ടൻ മരിച്ചടാ, അനങ്ങുന്നില്ല ചേട്ടൻ. ഉള്ളി കേട്ട് നമ്മൾ മത്തടിച്ച് തോന്നി ചേട്ടൻ തലയിട്ട് അടുത്തേക്ക്. നമ്മളെന്തായാലും 1 കോടി ഉണ്ടാക്കാൻ ശ്രമിക്കും അടുത്ത ഏപ്രിൽ വരെ. ഈ 1 കോടി എന്ന് ഉദ്ദേശിക്കുന്ന റവന്യൂ ആ, പ്രോഫിറ്റ് അല്ല. ഈ 1 കോടി ഞാൻ വെച്ചാൽ എനിക്ക് എക്സ്പെൻസീവ് വരുന്നതാണ്, അല്ലാതെ ഈ ആൾക്കാർക്ക് കൊടുത്തും എഡിറ്റിന് തന്നെ ഫുൾ പൈസ പോകുന്നുണ്ട്. എൻ്റെ കയ്യിലോട്ട് വരുന്നത് അത്രയ്ക്കൊന്നും അല്ല. എല്ലായിടത്തൊക്കെ എപ്പോഴും ഞാൻ ഈ വണ്ടിയൊക്കെ മാറ്റിയിട്ട് ഞാൻ വല്ല ഏതെങ്കിലുമൊക്കെ വണ്ടി എടുത്തല്ലേ. ഞാൻ മുംബൈ പോയി കഴിഞ്ഞിട്ട് മുംബൈയിൽ നമ്മൾ വ്ളോഗും ചെയ്യും, വൈകുന്നേരം സ്ട്രീമും ചെയ്യും. അപ്പം മലയാളം ഹിന്ദി മാറി ആയിരിക്കും. അപ്പോൾ ഇന്ന് സ്ട്രീം മലയാളത്തിലാണെങ്കിൽ നാളെ ഹിന്ദിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇടവിട്ട് സ്ട്രീമും കാണാം, ഡെയിലി സ്ട്രീം. പിന്നെ വ്ളോഗും കാണാം ഡെയിലി, പിന്നെ കണ്ടന്റും ഉണ്ടായിരുന്നു. എല്ലാത്തിലും കാലിട്ടിരിക്കുക, എനിക്ക് കുഴപ്പമില്ല. സ്ട്രീം എനിക്ക് പൈസ കിട്ടത്തില്ലേ പോലും എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഇതാണ് കണ്ടസ്റ്റൻറ്റ്. നമ്മൾ ഓൾറെഡി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിച്ചു തീർക്കല്ലേ, കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ അത്രയ്ക്ക് വലിയ ഐറ്റമാണ് ഓർഡർ ചെയ്തത്. ഏതായാലും കഴിച്ചു തീർക്കുമെന്ന് തോന്നുന്നു. കുറച്ച് കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ദൂരത്ത് ബസ്സിലേക്ക് കയറി ഇവിടെ മുഷിഞ്ഞ് വന്നേ. ഞാൻ കഴിച്ചിട്ട് പോകുന്നുള്ളൂ. ഇവിടെ വരെ എത്തി, കഴിച്ചിട്ട് പോകുന്നുള്ളൂ. ബോയ്സ്, അപ്പം ഈ വീഡിയോ കഴിഞ്ഞ് ഇതിൻ്റെ ഇത് കിടിലായിരുന്നു കേട്ടോ. ഞാൻ സൈഡിൽ നിന്ന് കണ്ട് കരഞ്ഞു പോയില്ലെന്നേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ മെയിൻ വീഡിയോ വരട്ടെ, അപ്പം കാണാൻ പറ്റും. ഒരാഴ്ചക്കുള്ളിൽ വരും. ഞാൻ കൂടുതൽ സ്പോയിലേഴ്സ് തരുന്നില്ല, കിടിലമായിരിക്കും. ഇപ്പം അതെ ബ്രോ അവിടെ നിൽക്കുന്നു. ബ്രോനെ കൊണ്ടൊന്ന് ജസ്റ്റ് ബസ് സ്റ്റോപ്പിലാക്കാനാണ്. ക്യാമറമാൻ ക്യാമറയെല്ലാം ഒന്ന് വെക്കും, നമുക്ക് ഇവിടുന്ന് സ്കൂട്ടാണ്. നമ്മുടെ ചങ്ക് പോവുകയാണ്. അടുത്ത വീഡിയോസിനകത്ത് കാണാം. ബൈ മാൻ, ബൈ. നമ്മൾ പിന്നെ പെട്രോൾ പമ്പ് എത്തിയിരിക്കുകയാണ്. ഫുൾ ടാങ്ക് അടിക്കുന്നു. ഇപ്രാവശ്യം ഞാൻ കൗണ്ട് മറന്നിട്ടില്ല, പൊക്കത്തായിട്ട് വരും. ഇപ്രാവശ്യം ഞാൻ ഫുള്ള് കാലിയാൻ നിന്നില്ല. അപ്പോൾ 3759. വീട്ടിൽ വന്നതായിട്ട് ഞാൻ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിമ്മൊന്നും മിസ് ചെയ്യാൻ താല്പര്യമില്ല എനിക്ക്. ഓൾറെഡി ഞാൻ വരുന്ന വഴി ഫുഡ് കഴിച്ചുകൊണ്ട് വയറൊന്നും എന്തോണക്കാണ് എനിക്ക്. അപ്പോൾ ഒരു ലെഗ് ഡേ നടക്കുമോ ഈ വയറും വെച്ചുകൊണ്ട്? അതിൻ്റെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട് എനിക്ക്. ആരിവൻ ബൈസപ്പ് അടിക്കുന്നു, ചെസ്റ്റ് അടിക്കുന്നു. മാറ്റമൊക്കെ ഉണ്ട് ഫേസിന് മാത്രം. ഞാനും നോക്കട്ടെ അഭിരാമിൻ്റെ വെയിറ്റ് എത്ര പാടാണ് അല്ലേന്ന്. അത്രയൊക്കെ വേണമെന്നില്ല. എൻ്റെ പല അനാസിലിട്ട് കുറച്ച് നല്ലതായിട്ട് വൃത്തികേടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പലയിടം ചെയ്തില്ല ഞാൻ. ഒരു ലെഗ്, ഒരു ബൈസപ്സ് കളിച്ച് 2 സെറ്റ്, പിന്നെ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്ത് 3 സെറ്റ്, പിന്നെ ഒരു ചെസ്റ്റ് ചെയ്ത് 2 സെറ്റ്, 2-3 സെറ്റ്, ഇത്രേ ഉള്ളൂ.